മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിവാദം കൊഴുക്കുന്നു. സ്ഥിരം സമിതി തെരഞ്ഞെടുപ്പിലെ CPM BJP കൂട്ടുകെട്ടാണ് വിവാദത്തിനിടയാക്കിയത്. തെരഞ്ഞെടുപ്പിൽ 2 CPM വനിതാ അംഗങ്ങൾക്ക് BJP വോട്ട് ചെയ്ത സംഭവം കോളിളക്കം സൃഷ്ടിച്ചതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് രാജിവെച്ചു. അതേസമയം പ്രസാദിനെ CPM-ൽ നിന്ന് 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ 2 CPM വനിതാ അംഗങ്ങൾ BJPക്ക് വോട്ട് ചെയ്ത സംഭവത്തിൽ വലിയ രാഷ്ട്രീയ വിവാദം ഉയർന്നതോടെ മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് BK പ്രസാദ് രാജിവെച്ചു. മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലത്തിലെ പഞ്ചായത്ത് അംഗമെന്ന നിലയിൽ CPM BJP കൂട്ടുകെട്ട് സംസ്ഥാനമാകെ ചർച്ച ചെയ്യപ്പെട്ടതോടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിവാദങ്ങൾക്ക് ഇടം നൽകാതെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് CPM നേതൃത്വം തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം കൂടിയ ജില്ലാ കമ്മിറ്റി അടിയന്തരമായി ഈ വിഷയം ചർച്ച ചെയ്തു. തുടർന്ന് വൈകിട്ട് മാന്നാർ ഏരിയ കമ്മിറ്റി കൂടി പ്രസാദിനോട് വിശദീകരണം തേടുകയും ചെയ്തു. തുടർന്ന് പ്രസാദിൽ നിന്നും രാജിക്കത്ത് എഴുതി വാങ്ങിയെന്നും സൂചനയുണ്ട്. CPM 8, UDF 6, BJP 5 എന്നിങ്ങനെയാണ് മാന്നാർ ഗ്രാമപഞ്ചായത്തിലെ കക്ഷിനില. ബുധനാഴ്ച നടന്ന സ്ഥിരം സമിതി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണ സീറ്റുകൾക്കായി 4 സമിതികളിലേക്കും 3 മുന്നണികളും നോമിനേഷൻ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ധനകാര്യ സമിതിയിലേക്ക് BJP-യിലെ പ്രീത ആർ നായർ, ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയിലേക്ക് BJP-യിലെ സേതുലക്ഷ്മി, വികസനകാര്യ സമിതിയിലേക്ക് CPM-ലെ K മായ, ക്ഷേമകാര്യ സമിതിയിലേക്ക് CPM-ലെ ശോഭന സന്തോഷ് എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ സമിതിയിലേക്ക് മത്സരിച്ച BJP-യിലെ സേതുലക്ഷ്മിക്ക് CPM വനിതാ അംഗങ്ങളായ G സുശീലാകുമാരി, K മായ എന്നിവർ വോട്ട് നൽകിയതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. ജനറൽ വിഭാഗത്തിൽ സമയപരിധിക്കുള്ളിൽ CPM നോമിനേഷൻ നൽകാതെ പോയതും തിരിച്ചടിയായി. പ്രസിഡന്റിന്റെ അറിവോടെയാണ് അംഗങ്ങൾ വോട്ട് നൽകിയതെന്ന വിലയിരുത്തലിലാണ് CPM നടപടികളിലേക്ക് നീങ്ങുന്നത്. CPM ഏരിയ സെന്റർ അംഗം കൂടിയായ BK പ്രസാദിനെ പാർട്ടിയിൽ നിന്നും 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തതായും സൂചനയുണ്ട്. CDNet ന്യൂസ്, മാന്നാർ.